മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് അപ്സരയും ആൽബിയും. വിവാഹത്തിനു പിന്നാലെ വിവാദങ്ങളും തുടർച്ചയായി നേരിട്ടുകൊണ്ടിരുന്ന താരദമ്പതികളാണ് അപ്സരയും ആൽബിയും. വിവാഹത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും അപ്സരയ്ക്കൊരു കുഞ്ഞുണ്ടെന്നതും അടക്കം നിരവധി വാർത്തകളാണ് വിവാഹശേഷം പ്രചരിച്ചത്. ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. മിനി സ്ക്രീനിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും ഈ താരദമ്പതികൾ സജീവമാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലൂടെയായിരുന്നു ആ വിവാദങ്ങൾക്കെല്ലാം അപ്സരയും ആൽബിയും മറുപടി നൽകിയിരുന്നത്. അപ്സര നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 താരം കൂടുതൽ ശ്രദ്ധ നേടിയത്. ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ബിഗ് ബോസിലൂടെ താരം നേടിയെടുത്തത്. പിന്നീട് അപ്സര ബിഗ് ബോസിൽ പോയതിനു ശേഷമാവട്ടെ, തന്നെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ മുൻധാരണകൾക്കെല്ലാം മികച്ച പ്രകടനത്തിലൂടെയാണ് അപ്സര മറുപടി നൽകിയത്. അപ്സര തന്നെയാണ് അപ്സര എന്ന യുവതി എന്താണെന്നും ഏതാണെന്നും പൊതുസമൂഹത്തിനു മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു അപ്സര ബിഗ് ബോസ് ഷോയിലൂടെ ചെയ്തത്. ആൽബി ആകട്ടെ ഹാസ്യ കലാകാരനും മിമിക്രി കലാകാരനും നടനും സംവിധായകനുമാണ്. സംവിധായകൻ എന്നതിനു പുറമെ ടെലിവിഷൻ അവതാരകനുമാണ് ആൽബി ഫ്രാൻസിസ്. ഉള്ളത് പറഞ്ഞാൽ എന്ന സീരിയൽ സംവിധാനം ചെയ്താണ് ആൽബി ശ്രദ്ധേയനായത്. അതേ സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്ത് അപ്സരയാണ്. ഈ സീരിയലിലെ പ്രകടനത്തിന് അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഇവരെ രണ്ടുപേരെയും ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. അപ്സരയും ഭർത്താവ് ആൽബിയും പരസ്പരം അൺഫോളോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഈ താരദമ്പതികൾ പരസ്പരം അൺഫോളോ ചെയ്തത് എന്ന് ആരാധകർ തിരക്കുന്നുണ്ട്. എന്നാൽ താരം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കുമാണ് ആൽബിയും അഖിൽ മാരാരും തമ്മിലുള്ള ഫോൺ കോൾ പ്രചരിച്ചത്. ഷോയിലൂടെ അവസാന 5 മത്സരാർത്ഥികളിൽ അപ്സരയും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഫോൺ കോൾ പ്രചരിച്ചത്. തുടർന്ന് അപ്സരയുടെ പുറത്താകലിന് തന്നെ ഇത് കാരണമായി മാറുകയും ചെയ്തു. എന്നാൽ പൊതുമധ്യത്തിൽ ഒരിക്കൽ പോലും തിരിച്ചെത്തിയ അപ്സര നെഗറ്റീവായി ഒരു വാക്കുപോലും ആൽബിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പിണക്കങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇപ്പോൾ കുറച്ചധികം ദിവസമായി അപ്സരയും ഭർത്താവ് ആൽബിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറില്ല. ഇടം കൈയിലെ മോതിരവിരലിൽ ആൽബി എന്നെഴുതിയ വീതി കൂടിയ വിവാഹമോതിരം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ അപ്സരയുടെ വിരലിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്ടോബർ മുതൽ ആ മോതിരം ആ വിരലിൽ കാണാനില്ല. അപ്സരയുടെയും ആൽബിയുടെയും 3ാം വിവാഹ വാർഷികമാണ്. 2 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇവർ 2021 നവംബർ 29 ഇരുവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. എന്നാൽ 3ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു പോസ്റ്റുകളോ ഒരു ആശംസകളോ ഒന്നും ഇരുവരും പങ്കുവച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ ആരാധകർക്ക് ഇടയിലും പരസ്യമായി തന്നെ ചർച്ചയായി തുടങ്ങിയിരിക്കുന്നത്. ഏതാനും ചില ചിത്രങ്ങൾ മാത്രം ബാക്കി വെച്ചിട്ട് ആൽബിയുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ അപ്സര ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരം സ്വദേശിനിയാണ് അപ്സര. താരം 9 വർഷമായി അഭിനയ രംഗത്തുണ്ട്. അതിനോടൊപ്പം തന്നെ 25 സിനിമകളോളം അഭിനയിച്ചു കഴിഞ്ഞു. സ്വാന്തനം എന്ന സീരിയലിൽ ജയന്തി എന്ന കഥാപാത്രമാണ് അപ്സര അവതരിപ്പിച്ചതിൽ ഏറെ ശ്രദ്ധേയമായത്. അപ്സരയുടെ പിതാവ് പോലീസ് സർവീസിൽ ഇരിക്കെയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ ആ ജോലി അപ്സരയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ട്രെയിനിങ്ങിനും മറ്റും പോകുവാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്നുള്ള വാർത്തകൾ എത്തിയിരിക്കുന്നത്. എന്നാൽ എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലുള്ളവരാണ് ആൽബിയും അപ്സരയും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്.